പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ അനുവദിക്കുന്ന വീടുകൾക്ക് ആവശ്യമായ ഫണ്ട് നൽകാതെ സംസ്ഥാന ഗവൺമെന്റും ത്രിതല പഞ്ചായത്തുകളും ജനങ്ങളെ ദുരിതത്തിലാക്കുന്നതായി ബിജെപി സൌത്ത് ജില്ലാ പ്രസിഡന്റ് വി.സി. വർഗീസ്. കേന്ദ്ര സർക്കാർ പദ്ധതികളെ അട്ടിമറിക്കുവാനാണ് കാലാകാലങ്ങളായി മാറി മാറി വരുന്ന ഇടതു വലത് സർക്കാരുകൾ ശ്രമിക്കുന്നത് എന്നും അടിയന്തരമായി ഫണ്ടുകൾ നൽകി ജനങ്ങളുടെ ദുരിതമകറ്റണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇടുക്കി വിഷൻ ഇന്ന് പുറത്തുകൊണ്ടുവന്ന നെടുങ്കണ്ടം മഞ്ഞപ്പെട്ടി സ്വദേശി വിജയമ്മ സദാനന്ദന്റെ വാർത്തയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ് സ്വന്തമായിട്ടൊരു വീടിന് വേണ്ടി അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായിട്ട് കൊടുക്കേണ്ട ഫണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും സംസ്ഥാന ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ജില്ലാ പഞ്ചായത്തിൽ നിന്നും കൊടുക്കാനുള്ള പൈസ കൃത്യമായിട്ട് കൊടുക്കാത്തതിൻ്റെ ഭാഗമായിട്ട് പല ആൾക്കാരുടെയും ആ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാതെ നിലനിൽക്കുകയാണ്. മഞ്ഞപ്പെട്ടിയിലെ വിജയമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ദയനീയമായ അവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടു. അവർ വീടിൻ്റെ ഭിത്തി വരെ കെട്ടി അതിനുശേഷം കടം മേടിച്ച് വാർത്ത് വലിയ ബുദ്ധിമുട്ടിൽ കഴിയുന്ന ഒരു സാഹചര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയാനിടയായി. എന്തായാലും അടിയന്തരമായിട്ട് ഗവൺമെൻറ് ഈ അനാസ്ഥ പരിഹരിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന എന്ന സ്വപ്ന പദ്ധതി അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ട ഉചിതമായ നടപടികൾ സ്വീകരിക്കണം. ആവശ്യമായുള്ള ഫണ്ട് അത് പഞ്ചായത്തിൻ്റെ ആണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആണെങ്കിലും ജില്ലാ പഞ്ചായത്തിൻ്റെ ആണെങ്കിലും അത് കൃത്യമായിട്ട് കൊടുത്ത് ആവാസ് യോജന എന്ന സ്വപ്ന പദ്ധതി അത് എത്രയും പെട്ടെന്ന് ആൾക്കാർക്ക് സഫലമാക്കുവാനായിട്ട് അത് യാഥാർത്ഥ്യമാക്കുവാനായിട്ടുള്ള പരിശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. കേന്ദ്ര ഗവൺമെൻറ് എത്ര വാരിക്കോരി കൊടുത്താലും അതിനൊന്നും കണക്കില്ലാതെ അതിനെല്ലാം ആക്ഷേപിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്ന ആ സ്ഥിരം പല്ലവി ഈ ശ്രീമാൻ വി.ഡി. സതീശൻ സർക്കാർ മാറ്റും എന്നാണ് ഞങ്ങൾ കരുതുന്നത്.